5 മാസം ഗർഭിണിയെ ഭർത്താവ് കഴുത്ത് ഞെരിച്ച് കൊന്നു. പെൺകുട്ടിയെ ഹോം ഗാർഡായിട്ടുള്ള ഭർത്താവ് പ്രണയിച്ച് വിവാഹം കഴിച്ചത് 6 മാസം മുമ്പ്. കുഞ്ഞ് തൻ്റേതല്ല എന്ന ചിന്തയിൽ യുവാവിൻ്റെ കൊടും ക്രൂരത. നമ്മുടെ തൊട്ടടുത്ത് തമിഴ്നാട്ടിലെ കാഞ്ചീപുരം ജില്ലയിലെ വാലാജാബാദിന് സമീപത്ത് പഴയശീവരത്താണ് നാടിനെ നടുക്കിയ ആ കൊലപാതകം. ഹോം ഗാർഡായി ജോലി ചെയ്തു വരികയായിരുന്നു പഴയശീവരം സ്വദേശിയായിട്ടുള്ള സോമസുന്ദരം. സോമസുന്ദരം എന്ന ആ 28 വയസ്സുകാരനാണ് ഈ കേസിലെ പ്രതി. കൊല്ലപ്പെട്ടത് സോണിയ എന്ന പെൺകുട്ടി. അവൾക്കും 28 വയസ്സാണ്. ഈ സോമസുന്ദരം സ്വന്തം നാട്ടുകാരിയായിട്ടുള്ള സോണിയുമായി ദീർഘനാളത്തെ പ്രണയത്തിലായിരുന്നു. രണ്ടുപേരും പ്രണയിച്ചാണ് വിവാഹം കഴിക്കുന്നത്. അങ്ങനെ 6 മാസം മുമ്പ് രണ്ടുപേരും വിവാഹിതരായി. ആ വിവാഹത്തിൻ്റെ ആദ്യ നാളുകളൊക്കെ വലിയ സന്തോഷത്തിൻ്റെതായിരുന്നു. പക്ഷേ പിന്നീട് കുടുംബജീവിതം ആരംഭിച്ചത് മുതൽ മെല്ലെ മെല്ലെ കാര്യങ്ങൾ നീങ്ങിത്തുടങ്ങിയപ്പോൾ മുതൽ പ്രശ്നങ്ങളും വഴക്കുകളും ഒക്കെ ഉണ്ടാകാൻ തുടങ്ങി. ചെറിയ ചെറിയ പ്രശ്നങ്ങളെല്ലാം ഊതിപ്പെരുപ്പിച്ച് ഭർത്താവായിട്ടുള്ള സോമസുന്ദരം ആ വീട്ടിൽ എപ്പോഴും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമായിരുന്നു എന്നാണ് ഈ പെൺകുട്ടിയുടെ ബന്ധുക്കൾ പറയുന്നത്. എന്താണെങ്കിലും ആ പ്രശ്നങ്ങൾ അങ്ങനെ ദിവസേന വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. പലപ്പോഴും ചെറിയ തർക്കങ്ങൾ വലിയ വലിയ വഴക്കിലേക്ക് എത്തുക പതിവായി. അങ്ങനെ ഈ സോണിയാണെങ്കിൽ 5 മാസം ഗർഭിണിയായിരുന്നു. അപ്പോഴും ഈ ഭർത്താവ് അവളെ മർദ്ദിക്കുമായിരുന്നു, അതിക്രൂരമായി ഉപദ്രവിക്കുമായിരുന്നു എന്നൊക്കെ ആ പെൺകുട്ടിയുടെ വീട്ടുകാർ, കുടുംബാംഗങ്ങൾ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. ഇങ്ങനെ ആ ജീവിതം മുന്നോട്ട് പോകുന്നതിനിടെയാണ് വളരെ പെട്ടെന്ന് ദുരൂഹമായ സാഹചര്യത്തിൽ ആ പെൺകുട്ടിയെ മരിച്ച നിലയിൽ കാണപ്പെടുന്നത്. ഈ പെൺകുട്ടിയെ അവളുടെ വീട്ടുകാർ ഫോണിൽ വിളിക്കാൻ ശ്രമിച്ചു. തലേദിവസം വിളിച്ചിട്ടും കിട്ടിയില്ല. അങ്ങനെ വീണ്ടും വിളിച്ചിട്ട് ഫോണിൽ ബന്ധപ്പെടാൻ കഴിയാതെ വന്നപ്പോൾ ആ പെൺകുട്ടിയുടെ മാതാപിതാക്കൾ നേരിട്ട് ഇയാളുടെ വീട്ടിലേക്ക് എത്തി നോക്കി. അപ്പോഴാണ് മരിച്ച നിലയിൽ തൻ്റെ മകളെ അവർ കണ്ടെത്തുന്നത്. ആ സമയം ഈ ഭർത്താവായിട്ടുള്ള അല്ലെങ്കിൽ പോലീസിൽ ഹോം ഗാർഡായി സേവനമനുഷ്ഠിക്കുന്ന സോമസുന്ദരം ഒളിവിൽ പോയിരുന്നു. സംഭവ സ്ഥലത്തെത്തിയ സലവാക്കം പോലീസ് കൂടുതൽ അന്വേഷണം ആരംഭിച്ചു. മൃതദേഹം ഏറ്റെടുത്തു. പോസ്റ്റ്മോർട്ടത്തിനായി ചെങ്കൽപ്പേട്ടിലെ സർക്കാർ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. അങ്ങനെ കേസെടുത്ത് കൂടുതൽ വിവരങ്ങൾ തേടിയപ്പോഴാണ് ചില കാര്യങ്ങൾ പോലീസിനും ബോധ്യപ്പെടുത്തത്. ഈ ഒളിവിൽ പോയ സോമസുന്ദരത്തെ പിടികൂടാൻ വേണ്ടി അന്വേഷണം ആരംഭിച്ച സംഘം പെൺകുട്ടിയുടെ ശരീരത്തിൽ യാതൊരുവിധ പരിക്കുകളുമില്ല എന്നുള്ള കണക്കുകൂട്ടലിലേക്കെത്തി. ഈ ബന്ധുക്കളും അത് തന്നെയാണ് പറയുന്നത്. അവളുടെ ശരീരത്തിൽ യാതൊരുവിധ പരിക്കുകളും ഉണ്ടായിരുന്നില്ല എന്ന്. അങ്ങനെ എന്നാൽ ഭർത്താവ് അവളെ കഴുത്തു ഞെരിച്ച് കൊന്നു തന്നെയാണ് എന്നുള്ള നിഗമനം വീട്ടുകാർ ആദ്യമേ പറഞ്ഞിരുന്നു. പോലീസും അതേറെക്കുറെ സ്ഥിരീകരിക്കുന്നു. അങ്ങനെ അന്വേഷണം ഗംഭീരമായ രീതിയിൽ മുന്നോട്ട് പോയി. നീതി തങ്ങൾക്ക് വേണം എന്നാവശ്യപ്പെട്ട് ആ പെൺകുട്ടിയുടെ വീട്ടുകാർ വലിയ പ്രതിഷേധവും ആരംഭിച്ചു. സലവാക്കം പോലീസ് സ്റ്റേഷന് മുന്നിൽ അവർ പ്രതിഷേധ സമരം നടത്തി. വലിയ പ്രതിഷേധമായിരുന്നു. ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ ചേർന്ന്. കാരണം വളരെ ചെറുപ്പത്തിൽ തന്നെ, അതും ഗർഭിണിയായിരിക്കെ, ഒരു ജീവൻ ആ കുട്ടിയുടെ വയറ്റിലുള്ളപ്പോൾ തന്നെ ജീവൻ നഷ്ടമാകുന്ന സാഹചര്യം. യുവതിയുടെ മരണത്തെക്കുറിച്ച് വളരെ കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തും, അതിൽ നടപടി ഉണ്ടാകും എന്ന് പോലീസ് ഉദ്യോഗസ്ഥർ നൽകിയ ഉറപ്പ്. ആ ഉറപ്പിന്മേലാണ് അവർ ഏറ്റവും ഒടുവിൽ ആ സമരം അവസാനിപ്പിക്കുന്നത്. ചൊവ്വാഴ്ച പുലർച്ചെയാണ് ഈ സംഭവം നടക്കുന്നത്. ഈ ഗർഭിണിയായിട്ടുള്ള ഈ പെൺകുട്ടിയുടെ വയറ്റിലുള്ള കുഞ്ഞ് തൻ്റേതല്ല എന്നുള്ള ആരോപണം ഉന്നയിച്ചാണ് ആ പ്രതി ഭാര്യയുമായി വഴക്കുണ്ടാക്കുകയും സോണിയെ കഴുത്തു ഞെരിച്ച് കൊല്ലുകയും ചെയ്തതെന്ന് പോലീസ് പറയുന്നു. കൊലപാതകം നടന്ന ഏതാണ്ട് 3 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും തന്നെ സോമസുന്ദരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു എന്നാണ് പോലീസ് അവകാശപ്പെടുന്നത്. ഇനിയാണ് ട്വിസ്റ്റ്. പോലീസിന്റെ വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലിൽ ആ സോമസുന്ദരം തൻ്റെ കുറ്റം ഏറ്റുപറഞ്ഞു. പക്ഷേ അയാൾ ഒരു കാര്യം കൂടി ചേർത്ത് വയ്ക്കുന്നു. തനിക്ക് കുട്ടികളുണ്ടാകാൻ കഴിയാത്ത ആരോഗ്യ പ്രശ്നമുണ്ട് എന്ന്. അതായത് തൻ്റെ കുട്ടിയല്ല എന്ന് തനിക്ക് ബോധ്യപ്പെടാനുള്ള സാഹചര്യം അതാണ്. തനിക്ക് ഒരിക്കലും കുട്ടി ഉണ്ടാകില്ല എന്നുള്ളത്. അതുകൊണ്ടാണ് അവളെ, തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയെ
കൊന്നുകളഞ്ഞതെന്ന് അയാൾ ഉദ്യോഗസ്ഥരോട് പറഞ്ഞു. നടലും ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ 302 പ്രകാരം കൊലക്കുറ്റത്തിന് ഇയാൾക്കെതിരെ കേസെടുത്തു. ഇയാളുടെ ജോലിയും നഷ്ടമാകും. ആ പെൺകുട്ടി വളരെ നാളത്തെ പ്രണയത്തിന് ശേഷമുള്ള വിവാഹമായിരുന്നു. ആ യുവാവുമായിട്ട് സ്വന്തം നാട്ടുകാരിയായിട്ടുള്ള കളിക്കൂട്ടുകാരിയായിട്ടുള്ള പെൺകുട്ടിയെ വിവാഹം കഴിച്ചു. പക്ഷെ നീണ്ടത് ആ ദാമ്പത്യത്തിൻ്റെ ആയുസ് 6 മാസം മാത്രം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.